ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ടേമുകളുണ്ട്. നമുക്കതിലേക്ക് വരാം. ഈ പ്രസന്റേഷൻ കാണുന്നില്ലേ? ഇസ് ഇറ്റ് വിസിബിൾ? ഹലോ, കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള, അതല്ലെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടേമാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. നമുക്കതിന്റെ ഷോർട്ടായിട്ട് AY എന്ന് പറയാം. There is a definition for the term assessment year under section 2 subsection 9. ഈ സെക്ഷൻ പ്രകാരം എങ്ങനെയാണ് അസസ്മെന്റ് ഇയറിനെ ഡിഫൈൻ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻകം ടാക്സ് പറഞ്ഞപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു ഇത്. An assessee has to pay tax for the income earned in the previous year in the next following assessment year എന്നുള്ളത്. ഒരു അസസി പ്രീവിയസ് ഇയറിൽ ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന അസസ്മെന്റ് ഇയറിൽ അതിന് ടാക്സ് കൊടുക്കണമെന്ന് നേരത്തെ പ്രിൻസിപ്പിൾസ് പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരു പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ എന്താണ് അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ? What's the case of assessment year? Then as per this section, assessment year means a period of 12 months commencing on the first day of April every year and ending on 31st March of the next year. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. നമ്മൾ സാധാരണ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയാറുണ്ട് അല്ലെ? ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേ മീനിങ് ആണ് ഇവിടെ അസസ്മെന്റ് ഇയറിനുള്ളത്. സോ അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഏപ്രിൽ 1-ാം തീയതി ആരംഭിച്ച് തൊട്ടടുത്ത വർഷം മാർച്ച് 31-ന് അവസാനിക്കുന്ന കൃത്യമായ 12 മാസങ്ങളുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ മീനിങ് അത് തന്നെയാണ് അല്ലെ? നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറുണ്ട്. സെയിം മീനിങ് ആണ് അല്ലെ? ഏപ്രിൽ 1-ാം തീയതിയാണ് അത് തുടങ്ങാറുള്ളത്. തൊട്ടടുത്ത വർഷം മാർച്ച് 31-നാണ് അത് അവസാനിക്കാറ്. 2 കലണ്ടർ ഇയർ അതിനകത്ത് വരും അല്ലെ? അപ്പൊ നമ്മള് ഈ അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ഇതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും ഏപ്രിൽ 1-ന് തുടങ്ങിയിട്ട് തൊട്ടടുത്ത വർഷം മാർച്ച് 31-ന് അവസാനിക്കുന്നതായിട്ടുള്ള 12 മാസങ്ങൾ ഉൾപ്പെടുന്ന ഒരു പീരീഡാണ് അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ അസസ്മെന്റ് ഇയർ പറയുമ്പോൾ മറ്റൊരു അതിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ ആണ്. അസസ്മെന്റ് ഇയർ ഈസ് ദി ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ടാക്സ് ഈസ് പേയബിൾ ഓൺ ഇൻകം ഏൺഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ എന്തുകൂടിയാണ്? പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഒരു അസസി പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട ഫിനാൻഷ്യൽ ഇയർ ആണ് അസസ്മെന്റ് ഇയർ. പ്രീവിയസ് ഇയർ നമ്മൾ അടുത്ത ടൈമിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രീവിയസ് ഇയർ മുമ്പായിട്ട് പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന ഇയറിൽ, ഫിനാൻഷ്യൽ ഇയറിൽ ഒരു അസസിക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടുന്ന ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കറന്റ് അസസ്മെന്റ് ഇയർ എന്ന് പറയും നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്യാറുള്ളത് AY 2021-22 എന്നുള്ളതാണ്. 2021-22 എന്നുള്ളതാണ് കറന്റ് അസസ്മെന്റ് ഇയർ. 2021-22 അസസ്മെന്റ് ഇയർ ആണ് നമ്മുടെ കറന്റ് അസസ്മെന്റ് ഇയർ. നമ്മുടെ കറന്റ് ഫിനാൻഷ്യൽ ഇയർ ഏതാണോ, ഇപ്പൊ റണ്ണിങ് ഫിനാൻഷ്യൽ ഇയർ ഏതാണോ അതാണ് എന്ത് നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ 2021-22 വർഷം നമ്മുടെ അക്കാഡമിക് ഇയർ പോലെ തന്നെ അല്ലെ? 2021-22 വർഷമാണ് നമ്മുടെ കറന്റ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത് എന്താണ്? 2021 ഏപ്രിൽ 1-നാണ് തുടങ്ങുന്നത്. 2022 മാർച്ചാണ് അവസാനിക്കുന്നത് അല്ലെ? അപ്പൊ 2021 ഏപ്രിൽ തുടങ്ങിയിട്ട് തൊട്ടടുത്ത വർഷമാണ് 2022 മാർച്ച് 31-നാണ് ഈ പീരീഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 12 മാസങ്ങളുടെ പീരീഡ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നു. അസസ്മെന്റ് ഇയറിലാണ് ഒരു അസസിക്ക് പ്രീവിയസ് ഇയർ ഉണ്ടായ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, സോ അവർ കറന്റ് അസസ്മെന്റ് ഇയർ ഫോർ AY is 2021-22. That starts from 1st April 2021 and ends on 31st March 2022. Okay. The next term previous year ആണ്. നമ്മൾ ഷോർട്ട് ആയിട്ട് നമുക്ക് PY എന്ന് പറയാം, പ്രീവിയസ് ഇയർ. സെക്ഷൻ 3 പ്രകാരം പ്രീവിയസ് ഇയർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് പ്രീവിയസ് ഇയർ എന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ദ ഫിനാൻഷ്യൽ ഇയർ immediately preceding the assessment year. അതിന്റെ മീനിങ് അതാണ്. ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെന്റ് ഇയർ. അപ്പോൾ അസസ്മെന്റ് ഇയറിന്റെ മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയർ ഏതാണോ അതാണ്
പ്രീവിയസ് ഇയർ എന്ന ടേം പോലെ തന്നെ പ്രീവിയസ് ഇയർ അല്ലെ, മുമ്പുള്ള വർഷം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമ്മുടെ കറണ്ട് അസസ്മെന്റ് 2021-22 ആണെങ്കിൽ തൊട്ടു മുമ്പുള്ള ഫിനാൻഷ്യൽ 2020-21 ആണ് അല്ലെ. 2020-21 ആയിരിക്കും എന്ത് വരിക, കറണ്ട് ഇയറിലേക്കുള്ള പ്രീവിയസ് ഇയർ ആയിട്ട് വരിക. അപ്പൊ അസസ്മെന്റ് തൊട്ടു മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി പ്രീവിയസ് ഇയറിന്റെ കേസ് പറയുമ്പോൾ ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്, ഇൻകം ഏൺ ചെയ്യുന്ന വർഷം നമ്മൾ പ്രീവിയസ് ഇയർ എന്ന പേരിലാണ് വിളിക്കുക. ഇൻകം ഉണ്ടാകുന്ന വർഷമാണ് പ്രീവിയസ് ഇയർ. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ വർഷം ഇൻകം ഉണ്ടാവുകയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഇത് ജൂൺ എന്ന് പറയുന്ന മാസമാണ്. ഇപ്പൊ ഈ ജൂണില് ഫോർ എക്സാമ്പിൾ ലോട്ടറി അടിക്കുകയാണ്, ഒരു 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക ഈ ജൂണില്. അപ്പൊ നമ്മൾ ഈ ജൂൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ആണ്, നമുക്ക് ഇൻകം ഉണ്ടായ വർഷമാണ്, ഈ മാസമാണ് ജൂൺ എന്ന് പറയുന്നത്, 2021 ജൂൺ എന്ന് പറയുന്നത്. 2021 ജൂൺ ഏത് ഫിനാൻഷ്യൽ ഇയറിന്റെ ഭാഗമാണ്? സ്വാഭാവികമായിട്ട് 2021-22 ഫിനാൻഷ്യൽ ഇയറിന്റെ ഭാഗമാണ് ജൂൺ എന്ന് പറഞ്ഞ ഈ മാസം അല്ലെ. അപ്പൊ 2021-22 ആണ് ഈ ലോട്ടറി ഇൻകത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ഏത് വർഷം ഇൻകം ഉണ്ടാകുന്നുണ്ടോ ആ വർഷമാണ് പ്രീവിയസ് ഇയർ. ഇനി ഈ ലോട്ടറി ഇൻകം ഉണ്ടായാൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അടുത്ത വർഷമാണ്. 2022-23 വർഷമാണ് ടാക്സ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ആ വർഷമാണ് ഈ ഇൻകത്തിന്റെ അസസ്മെന്റ് ഇയർ. മനസ്സിലായല്ലോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, ഇൻകം നമുക്ക് ഏത് വർഷം ഉണ്ടാകുന്നുണ്ടോ ആ ഇൻകം ഉണ്ടാകുന്ന വർഷം പ്രീവിയസ് ഇയർ, അതിന് ടാക്സ് കൊടുക്കേണ്ട തൊട്ടടുത്ത വർഷമാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എല്ലാം വരുന്നുണ്ടാവുക 2020-21 വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായ ഇൻകത്തിനാണ് നമ്മൾ ഈ വർഷം ടാക്സ് കൊടുക്കുക. അപ്പൊ 2021-22 വർഷം നമ്മൾ ഈ വർഷം നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്തിന്റെ ആയിരിക്കും? കഴിഞ്ഞ വർഷം കിട്ടിയ ഇൻകത്തിന്റെ ആയിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ പ്രോബ്ലത്തിനകത്തൊക്കെ വരിക കഴിഞ്ഞ വർഷം കിട്ടിയ ഇൻകമോ പറയുന്നുണ്ടാവുക. അപ്പൊ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ള ആ ഇൻകത്തിന് നമ്മൾ ഈ വർഷമുള്ള ടാക്സ് റേറ്റ് അനുസരിച്ച് ഈ വർഷം ടാക്സ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ വർഷം അസസ്മെന്റ് ഇയർ ആണ്. അതേ സമയത്ത് ഈ വർഷം ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്? ആ ഇൻകം ഈ പ്രീവിയസ് ഇയറിലെ ഇൻകം ആണ്, അത് നമ്മൾ ടാക്സ് കൊടുക്കുക അടുത്ത അസസ്മെന്റ് ഇയറിലാണ്. അപ്പൊ അതാണ് പ്രീവിയസ് ഇയറിന്റെ അസസ്മെന്റ് ഇയറിന്റെയും മീനിങ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണല്ലോ അല്ലെ? ഉണ്ണിമായ ക്ലിയർ അല്ലേ? ഉണ്ണിമായ ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്താൽ മതി. ഇൻകം ഉണ്ടാകുന്ന വർഷം പ്രീവിയസ് ഇയറും ടാക്സ് കൊടുക്കേണ്ട വർഷം അസസ്മെന്റ് ഇയറും. നമ്മുടെ പ്രോബ്ലങ്ങളിൽ വരുന്നുണ്ടാവുക കഴിഞ്ഞ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പുള്ള വർഷത്തെ 2020-21 വർഷം കിട്ടിയിട്ടുള്ള ഇൻകത്തിന്റെ കേസാവും പറയുന്നുണ്ടാവുക. അപ്പോൾ നമ്മളവിടെ അസസ്മെന്റ് ഇയർ ആയിട്ട് കാണിക്കുക 2021-22 വർഷമാണ്. അപ്പോൾ അതാണ് പ്രീവിയസ് ഇയർ എന്ന് പറയും. ഇനി നമ്മൾ അസസ്മെന്റ് ഇയറിന് മീനിങ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ കണ്ടൊരു കാര്യം, അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ അത് 12 months ആണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. 12 മാസമാണ് കൃത്യമായിട്ട് പറയുന്നത്. നമ്മുടെ പീരീഡ് ഓഫ് 12 months എന്നാണ് നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് കണ്ടത്. അത് 12 മാസമാണ്. കാരണം ഏപ്രിൽ മുതൽ മാർച്ചുള്ള 12 മാസമാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് മേ ഓർ മേ നോട്ട് ബി 12 months. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ അത് 12 മാസം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. 12 മാസത്തിൽ കുറഞ്ഞ സമയം ചില സമയങ്ങളിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഈ ജൂൺ 1-ാം തീയതിയാണ് ജോലി കിട്ടിയത്. അതിനൊക്കെ ജോലിയൊന്നുമില്ല, അയാൾക്ക് ഇൻകം ഒന്നുമില്ല, നേരത്തെ ഇൻകം ഒന്നും ഇല്ലാത്ത അൺഎംപ്ലോയ്ഡ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് 2021 ജൂൺ 1-ാം തീയതി അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടുകയാണ്, ജൂൺ 1-ന്. അപ്പൊ അദ്ദേഹത്തിന് അന്ന് മുതലേ ഇൻകം ഉള്ളൂ, അതുവരെ അദ്ദേഹത്തിന് ഇൻകം ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ ഈ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഇൻകം ഉണ്ടാകുന്ന വർഷമാണ് ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ അല്ലെ. അപ്പൊ 2021 ജൂൺ 1 ഉൾപ്പെടുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 2021-22 ഫിനാൻഷ്യൽ ഇയർ ആണ് അല്ലെ. ഫിനാൻഷ്യൽ ഇയർ 2021-22 ആണ് ഈ ഡേറ്റ് ഉൾപ്പെടുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ജൂൺ 1-ന് ഇൻകം കിട്ടിയ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ ഏതാണ് വരിക? ഈ വർഷം തന്നെയാണ് 2022 തന്നെ വരിക അല്ലെ. സോ ഹിയർസ് പ്രീവിയസ് ഇയർ ആൾസോ 21-22, അതും ഇതേ ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് വരുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് നേരത്തെ വേറെ ഇൻകം ഒന്നും ഉണ്ടായിരുന്നില്ല, നേരത്തെ ഇൻകം ഒന്നും ഇല്ലാത്ത ആളാണ്. ജൂൺ 1 മുതൽ ഇദ്ദേഹത്തിന് ജോലി കിട്ടുകയും അദ്ദേഹത്തിന് ശമ്പളം കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്ന് മുതലായിരിക്കും? ജൂൺ 1 മുതലായിരിക്കും അല്ലെ. 1/6/2021 മുതലാണ് ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുക. ക്ലോസ് ഡേറ്റ് സെയിം ഡേറ്റ് ആണ് 31 മാർച്ച് 2022. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ അസസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ സെയിം ആണ്.
2021-22, കാരണം ആ 2021-22 വർഷത്തിനിടക്ക് വരുന്ന ഒരു ഡേറ്റിലാണ് ഇദ്ദേഹത്തിന് ഇൻകം കിട്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഇതേ ഇയർ തന്നെയാണ്. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. പ്രീവിയസ് ഇയർ 2021-22 ആണ്. പക്ഷേ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ് സ്റ്റാർട്ട്സ് ഓൺ 1st June 2021, not on 1st April 2021. So in this case, the assessee is having a previous year of 10 months only. ഇത് 10 മാസം ഉണ്ടാവുള്ളൂ, 12 മാസം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ജൂൺ മുതൽ മാർച്ച് വരെ എന്ന് പറയുമ്പോൾ 10 മാസങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയാനുള്ള കേസ് ഇതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കഷൻ ഇതാണ്. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ അത് 12 മാസമോ 12 മാസം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ അയാൾ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്, 1st April മുതലാണ് വരിക, 12 മാസം ഉണ്ടാവും. എന്നാൽ കറന്റ് ഇയറിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇൻകം ഉണ്ടാകുന്ന, സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാകുന്ന ആളാകുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ 12 മാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അസസ്മെന്റ് ഇയർ എന്ന് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 12 മാസം തന്നെയാണ്, ഏപ്രിൽ മുതൽ മാർച്ചുള്ള 12 മാസമാണ്. അപ്പൊ ഇതാണ് പ്രീവിയസ് ഇയറിന്റെ മീനിങ്. നമ്മുടെ കറന്റ് പ്രീവിയസ് ഇയർ, നോർമൽ കേസാണ് ഞാൻ പറയുന്നത്. സാധാരണ കേസിൽ കറന്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ 12 മാസമുള്ള പീരീഡ് കണക്കാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, കഴിഞ്ഞ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2020-21 ആണ്. കാരണം കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻകമാണ് നമ്മൾ ഈ വർഷം അസസ് ചെയ്യുക. അപ്പൊ അസസ്മെന്റ് ഇയർ 2021-22 എന്ന് പറയുമ്പോൾ അതിനർത്ഥം തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയർ ആണത് ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ അല്ലെ. അപ്പൊ നമ്മുടെ കറന്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് നോർമൽ കേസിൽ 2020-21 ആണ്. എന്നാൽ ഈ വർഷം ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ 2021-22 ആയിട്ട് കണക്കാക്കണം. ഓക്കെ. അപ്പൊ അതില് നോർമലി നേരത്തെ പറഞ്ഞ നമ്മൾ 12 മാസം ഉണ്ടാവും. ഇടക്ക് ഇൻകം ഉണ്ടാകുന്ന കേസ് ആകുമ്പോൾ 12 മാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. 12 മാസം ഉള്ള ഒരു പ്രീവിയസ് ഇയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എങ്ങനെ വരും, അത് 1st April 2020 മുതൽ 31st March 2021 വരെയുള്ള സമയമാണ് അതിനകത്ത് വരിക. അപ്പൊ അതാണ് പ്രീവിയസ് ഇയർ എന്ന ടൈമിന്റെ മീനിങ്. അപ്പൊ ഈ രണ്ട് ടേമുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയർ. മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഇൻകം ഉണ്ടാകുന്ന വർഷമാണ്. അപ്പോൾ നമ്മൾ ആ വർഷത്തേക്കുള്ള ഇൻകം നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സബിൾ ഇൻകം അതിൻ്റെ കമ്പ്യൂട്ട് ചെയ്യണം. അസസ്മെന്റ് ഇയർ തൊട്ടടുത്ത വർഷമാണ്, ആ വർഷമാണ് ടാക്സ് കൊടുക്കേണ്ടത്. ടാക്സ് കൊടുക്കുന്ന വർഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആനുവൽ ഫിനാൻസ് ആക്ട് പ്രകാരം പറയുന്ന ടാക്സ് റേറ്റ് വെച്ചിട്ട് ആ വർഷം ടാക്സ് കൊടുക്കണം. സോ ദീസ് ആർ ടു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ഇൻ ഇൻകം ടാക്സ്. ഓക്കെ. Next, exceptions to the rule of previous year or accelerated assessment. What's the meaning of accelerated assessment or exceptions to the rule of previous year? ഇപ്പൊ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമുണ്ട്, ഒരു അസസിക്ക് ഏതെങ്കിലും വർഷം ഇൻകം കിട്ടിയാൽ ആ കിട്ടുന്ന വർഷം പ്രീവിയസ് ഇയറും അത് കഴിഞ്ഞുള്ള വർഷമാണ് ടാക്സ് കൊടുക്കേണ്ടി വരിക, ആ വർഷം അസസ്മെന്റ് ഇയറുമാണ് എന്ന് പറയുമ്പോൾ ഇൻകം ഉണ്ടാകുന്ന വർഷം ടാക്സ് കൊടുക്കുന്നില്ല, തൊട്ടടുത്ത വർഷമേ ടാക്സ് കൊടുക്കുന്നുള്ളൂ നോർമൽ കേസിൽ. എന്നാൽ ഈ റൂളിന് കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ റൂളിന് എക്സെപ്ഷൻ ആയിട്ട് വരുന്ന കേസിനാണ് നമ്മൾ എന്ത് പറയാ, ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഈ പറയുന്ന കേസുകളിൽ ഇത് രണ്ടും ഒരേ വർഷമായിട്ട് വരും എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും ഒരേ ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന ടൈമിൽ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോ ഏതെല്ലാം കേസിലാണ് ഈ 2 വർഷവും ഒരേ വർഷമാകുക? നോർമൽ കേസിൽ എന്ന് പറയുമ്പോൾ as per the rule of previous year, income earning year is previous year and the tax paying year is assessment year. But sometimes this same financial year shall be both the previous year and assessment year. Okay, which are the cases? First one, income of non-resident from shipping business as per section 172. ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ എന്താ പറയുക, നോൺ റെസിഡന്റ് പറയുമ്പോൾ നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്നത് പോലെ തന്നെ നോൺ റെസിഡന്റ് ആയിട്ടുള്ള, റെസിഡന്റ് അല്ലാത്ത ഒരു ഇന്ത്യക്കാരന് ഷിപ്പിംഗ് ബിസിനസ്സിലൂടെ ഇൻകം കിട്ടുകയാണെങ്കിൽ ആ ഇൻകത്തിന്റെ കേസിൽ നമ്മളിവിടെ പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും സെയിം ഇയർ ആയിട്ട് കണക്കാക്കപ്പെടും. ഞാനൊരു എക്സാമ്പിൾ പറയാം എന്താണ് ആ കേസ് എന്നുള്ളത്. ഇപ്പോ ഉദാഹരണത്തിന് ഒരു ഷിപ്പ്, ഒരു നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അസസിയാണ്. അദ്ദേഹത്തിന്റെ ഷിപ്പ് ഇന്ത്യയിലേക്ക് വരുന്നത്, ഇന്ത്യൻ പോർട്ടിലേക്ക് വരുന്നത്, ഇന്ത്യൻ പോർട്ട് അതിർത്തിയിലേക്ക് വരുന്നത് ഫോർ എക്സാമ്പിൾ 1st May 2021, 2021 മെയ് 1-ാം തീയതിയാണ് ഈ ഷിപ്പ് ഇന്ത്യയുടെ സമുദ്രത്തിൽ പ്രവേശിക്കുന്നത്, ഇന്ത്യയുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത് 1st May 2021 എന്നിട്ട് ഈ ഷിപ്പ് ഒരു 2 മാസത്തോളം ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യൻ പോർട്ടിൽ അത്
സ്റ്റേ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇവിടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനുശേഷം ആ ഷിപ്പ് എന്ത് ചെയ്യാണ്, 30th ജൂൺ 30 2021 ജൂൺ 30 ഈ ഷിപ്പ് ഇന്ത്യൻ പോർട്ട് വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2021 മെയ് എന്ന് പറയുമ്പോൾ ഏത് പ്രീവിയസ് ഇയർ ആണ്? 2021-22 പ്രീവിയസ് ഇയർ ആണ് വരിക അല്ലെ. 2021-22 ഫിനാൻഷ്യൽ ഇയറിലാണ് വരിക. നോക്കാം നമുക്ക്. 2021-22 ഫിനാൻഷ്യൽ ഇയറിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 2021-22 ഫിനാൻഷ്യൽ ഇയറിൽ മെയ് 1 ഈ ഷിപ്പ് ഇന്ത്യൻ പോർട്ടിലേക്ക് വരികയും മെയ് ജൂൺ ഈ 2 മാസങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന ശേഷം 30th ജൂണിന് ആ ഷിപ്പ് ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ റൂൾ പ്രകാരമാണെങ്കിൽ ഇത് 2021-22 വർഷമാണ് വരിക. അപ്പോൾ ഈ ഷിപ്പിംഗ് കമ്പനിക്ക് ഇന്ത്യയിൽ ഈ സമയത്ത് ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ റൂൾ പ്രകാരം എന്താണ് ചെയ്യേണ്ടത്? അടുത്ത വർഷം ടാക്സ് കൊടുക്കേണ്ടി വരിക അല്ലെ. ഇപ്പൊ ഇവിടെ നോർമൽ കേസിലാവുമ്പോൾ ഇത് 2021-22 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആയിട്ട് വരും. ടാക്സ് കൊടുക്കേണ്ടി വരുന്ന വർഷം ആസ് പെർ ദി നോർമൽ റൂൾസ് 2022-23 ആ വർഷം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരിക അല്ലെ. എന്നാൽ ഇവിടെ ഒരു നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് സംബന്ധിച്ചോളം അത്തരം കേസുകൾ ഒരു എക്സെപ്ഷൻ ഇവിടെ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീവിയസ് റൂളിന്റെ എക്സെപ്ഷൻ ആയിട്ട് പറയുന്നത്, ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത് നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് ആയതുകൊണ്ട്, റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് ആണെങ്കിൽ ഇത് ബാധകമല്ല, നേരത്തെ പറഞ്ഞ സെയിം റൂൾ നമ്മൾ അപ്ലൈ ചെയ്യാം. പക്ഷേ സെക്ഷൻ 172 പറയുന്ന ഇതാണ്, ഇതൊരു നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് ആയതുകൊണ്ട് ഈ മെയ് മുതൽ ജൂൺ വരെയുള്ള 2 മാസം ഇന്ത്യൻ പോർട്ടിൽ ഏൺ ചെയ്യുന്ന എല്ലാ ഇൻകത്തിനും ഈ ഷിപ്പിംഗ് കമ്പനി എന്ത് ചെയ്യണം? ജൂൺ 30 ഇന്ത്യക്ക് പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ടാക്സ് കൊടുത്തിട്ടേ ഇന്ത്യക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. ടാക്സ് കൊടുക്കാതെ ഇന്ത്യൻ പോർട്ട് വിട്ടു പോകാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ അവർ എന്ത് ചെയ്യണം? ജൂണിൽ 30 തന്നെ അതിന് മുമ്പായതുകൊണ്ട് ടാക്സിന്റെ എമൗണ്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രീവിയസ് ഇയർ 2021-22 തന്നെയാണ്. അസസ്മെന്റ് ഇയറും എന്ത് തന്നെയാണ്? സെയിം ഇയർ തന്നെയാണ്. കാരണം ടാക്സ് കൊടുക്കേണ്ടത് ഈ വർഷം തന്നെയാണ് അല്ലെ. സാധാരണഗതിയിൽ അടുത്ത വർഷം ടാക്സ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് സെക്ഷൻ 172 എക്സെപ്ഷണൽ കേസ് ആയതുകൊണ്ട് ഈ നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് എന്ത് ചെയ്യണം? 2021-22 വർഷം തന്നെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അതുകൊണ്ട് സെയിം ഫിനാൻഷ്യൽ ഇയറിൽ 2021-22 എന്ന സെയിം ഫിനാൻഷ്യൽ ഇയറിൽ തന്നെയാണ് ഇൻകം ഏൺ ചെയ്യുന്നതും ടാക്സ് കൊടുക്കുന്നതും. അപ്പൊ അതുകൊണ്ട് ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കേസ്, സെക്ഷൻ 172 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ഇൻകം കണക്കാക്കപ്പെടുന്നുള്ളതാണ്. അത് റൂള് പറയുന്ന ഇതാണ്, ഈ സമയത്തിനിടയ്ക്ക് മെയ് മുതൽ ജൂൺ വരെയുള്ള ഈ സമയത്തിനിടയ്ക്ക് ഈ ഷിപ്പിംഗ് കമ്പനി ഏൺ ചെയ്യുന്ന മൊത്തം ഇൻകം എത്രയാണ്? മൊത്തം ഗ്രോസ് റെസിറ്റ് മൊത്തമായിട്ട് കിട്ടുന്ന ഏണിങ്സ് എത്രയാണോ അതിന്റെ 7.5% ഇൻകം ആയിട്ട് കണക്കാക്കണം. 7.5% ഓഫ് ഗ്രോസ് ഏണിങ്സ്. ഗ്രോസ് ഏണിങ്സ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എക്സ്പെൻസ് ഒന്നും കുറക്കാതെയുള്ള മൊത്തം റവന്യൂ ആണ് അല്ലെ. ഫ്രൈറ്റ് ഇനത്തിലും മറ്റും കിട്ടുന്ന ഈ ഷിപ്പിന്റെ മൊത്തം റവന്യൂ എടുക്കുക. മൊത്തം റവന്യൂവിന്റെ 7.5% ഇൻകമായി കണക്കാക്കുക എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 7.5% എന്ന് പറയുമ്പോൾ എത്ര വരും? 7,500 റുപ്പീസ് വരും അല്ലെ. ആ എമൗണ്ടിന് എന്ത് ചെയ്യണം? അവരുടെ ഇൻകം ആയിട്ട് കണക്കാക്കണം. വേറെ കാൽക്കുലേഷൻ ഒന്നുമില്ല. ആ എമൗണ്ട് എത്രയാണോ അതിന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ടാക്സ് റേറ്റ് വെച്ച് ടാക്സിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്തിട്ട് ജൂൺ 30 ഈ ടാക്സിന്റെ എമൗണ്ട് ഇന്ത്യയിൽ അടച്ച ശേഷം മാത്രമേ ഈ ഷിപ്പിന് ഇന്ത്യക്ക് പുറത്ത് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും സെയിം ഫിനാൻഷ്യൽ ഇയർ ആണ്. അതാണ് ഫസ്റ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ബുഷ്ര, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സിമിലർ കേസ് തന്നെയാണ്. നമ്മൾ ഇതേപോലെ തന്നെയുള്ള കേസുകളാണ് ഇനി പറയാൻ പോകുന്ന എക്സെപ്ഷനിൽ വരുന്നത്. ഇവിടെയൊക്കെ തന്നെ സെയിം ഫിനാൻഷ്യൽ ഇയർ ആണ് പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും ആവുക. ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ ആസ് പെർ സെക്ഷൻ 174. ഒരാൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പൊ ജോലി ആവശ്യങ്ങൾക്കോ മറ്റോ ആയിട്ട് ഒരാൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ്, അയാൾ ഈ വർഷമാണ് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത് അസ്യൂം ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് ഇവിടെയും സ്യൂട്ട് ആവും. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ മെയ് 1 ഒരാള് ജോലിക്ക് വേണ്ടി ഇന്ത്യക്ക് പുറത്ത് പോവുകയാണ്. ഇയാള് ഈ വർഷം തിരിച്ചു വരാൻ സാധ്യത കുറവാണ് എന്ന് പറയുമ്പോൾ 2022 മാർച്ച് 31 ഇയാൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ സാധ്യത കുറവാണ്. ഇയാൾ മിക്കവാറും അടുത്ത വർഷവും ഒറ്റയ്ക്ക് വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വർഷം വരാൻ സാധ്യത ഇല്ലാത്ത രീതിയിൽ ഒരാൾ ഇന്ത്യക്ക് പുറത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ പോകുന്ന ആൾ എന്ത് ചെയ്യണം? അയാൾ പോകുന്നത് വരെയുള്ള ആ വർഷത്തെ ഇൻകത്തിന്റെ ടാക്സ് കൊടുത്ത ശേഷം മാത്രമേ ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. റൂൾ അങ്ങനെയാണ്. നമ്മൾ പോകുന്നുണ്ടോ ഇല്ലെന്നൊക്കെ വേറെ കാര്യം. റൂൾ ഇൻകം ടാക്സ് റൂൾ പ്രകാരം അങ്ങനെയാണ്.
എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കാം, മെയ് 1-ാം തീയതി ഇയാൾ ഇന്ത്യക്ക് പുറത്ത് പോവുകയാണെങ്കിൽ 2021 മെയ് 1 അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന് ആ ഒരു പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 1 ഏപ്രിൽ 2021 അല്ലെ, 2021 ഏപ്രിൽ 1 മുതൽ 2021 മെയ് 1 വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ ഒരു മാസം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലുള്ളത് ഈ ഒരു മാസമാണ്. 2021 ഏപ്രിൽ 1 മുതൽ ഇയാൾ ഇന്ത്യ പോകുന്ന 2021 മെയ് വരെയുള്ള ഇൻകത്തിന്റെ ടാക്സ് ഇയാൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ കൊടുത്തിരിക്കണം. എന്ന് പറയുമ്പോൾ ഈ ഏപ്രിൽ മാസം ഉൾപ്പെടുന്ന 2022 വർഷത്തിലാണ്. പ്രീവിയസ് ഇയർ ആ വർഷമാണ്. ടാക്സ് കൊടുക്കേണ്ടതും അതേ വർഷമാണ്. അപ്പോൾ ഇവിടെയും എങ്ങനെയാണ്, സെയിം ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് ഇവിടെ പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും ആയിട്ട് വരിക. അതാണ് രണ്ടാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് തേർഡ് എക്സെപ്ഷനിലേക്ക് വരാം. തേർഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് ആസ് പെർ സെക്ഷൻ 175. ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഒരാൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ കയ്യിൽ കുറെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഞാൻ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, കുറെ പ്രോപ്പർട്ടി എന്റെ വൈഫിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഇന്റൻഷൻ ചിലപ്പോൾ രണ്ട് രീതിയിലാവാം. ഒന്ന് ചിലപ്പോൾ എന്റെ വൈഫിനുള്ള സ്നേഹം കൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാവാം, ഒരു ഓപ്ഷൻ അതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, ഞാൻ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി എന്റെ പേരിലാകുമ്പോൾ ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ വൈഫിന് വേറെ പ്രത്യേകിച്ച് ഇൻകം ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് വൈഫിന്റെ പേരിലേക്ക് കൊടുത്താലും വലിയ ടാക്സ് ഒന്നും വൈഫ് കൊടുക്കേണ്ടി വരില്ല. അപ്പൊ അങ്ങനെ പർപ്പസ് കൂടി ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തോന്നുകയാണ് ഒരാൾ അയാളുടെ വൈഫിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഈ പ്രോപ്പർട്ടി ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണ്. അത് വിശ്വസിക്കാൻ ആവശ്യമായ കാരണം ഉണ്ടെങ്കിൽ, അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, ആ ട്രാൻസ്ഫർ ചെയ്ത ആ വർഷം തന്നെ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകത്തിന്റെയും ടാക്സ് ഈ ട്രാൻസ്ഫർ ചെയ്ത ആൾ കൊടുക്കേണ്ടി വരും, ഈ ഹസ്ബൻഡ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടെയും സംഭവിക്കുന്ന ഇതേപോലുള്ള എക്സെപ്ഷൻ ആണ്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മെയ് 1-ാം തീയതി ഒരാൾ അയാളെ വൈഫിന് ഒരു ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് ടാക്സ് വെട്ടിക്കാനെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബോധ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പ്രോപ്പർട്ടിയിലൂടെ കിട്ടുന്ന എല്ലാ ഇൻകത്തിനും ഇതേ വർഷം തന്നെ എന്നാണോ ഇത് പിടിക്കപ്പെടുന്നതെങ്കിൽ അതേ വർഷം തന്നെ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് തന്നെയാണ്, സെയിം ഫിനാൻഷ്യൽ ഇയർ ആണ് അവിടെ അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും ആയിട്ട് മാറുന്നത്. അതാണ് അതിനകത്തുള്ള മറ്റൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അനദർ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഓൺ ഡിസ്കണ്ടിന്യൂസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആസ് പെർ സെക്ഷൻ 176. ഒരാൾ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്, പ്രൊഫഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്. ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഞാൻ ഈ വർഷം ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അല്ലെങ്കിൽ പ്രൊഫഷൻ ഞാൻ ഈ വർഷം ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്, അടുത്ത വർഷം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ബിസിനസ്സോ പ്രൊഫഷനോ കണ്ടിന്യൂ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഈ വർഷം അത് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ, വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ, ആ വൈൻഡ് അപ്പ് ചെയ്യുന്നത് വരെ ഈ വർഷമുള്ള ഇൻകം ഏപ്രിൽ 1 മുതൽ എന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നത് ജൂൺ 30 വരെയുള്ള ഇൻകം എത്രയാണോ ആ ഇൻകത്തിന്റെ ടാക്സ് ഈ വർഷം തന്നെ കൊടുക്കണം. അപ്പോൾ ഈ വർഷം ഉണ്ടായ ഇൻകത്തിന് ഈ വർഷം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അവിടെയും എന്താണ്, സെയിം ഫിനാൻഷ്യൽ ഇയർ ആണ് അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന എക്സെപ്ഷണൽ കേസസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മന്യ, do you have any doubt? Clear ആണ്. ഫാത്തിമ അൻസി, is it clear? ഫാത്തിമ നസ്റിൻ, is it okay? Yes, sir. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഇതാണ് എക്സെപ്ഷൻസ് ടു ദി റൂൾ ഓഫ് പ്രീവിയസ് ഇയർ എന്ന് പറയാം. നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന് അസസ്മെന്റ് ഇയറും മറ്റൊന്ന് പ്രീവിയസ് ഇയറും ആണ്. ആ രണ്ടിന്റെ റൂളിന് വിരുദ്ധമായിട്ട് വരുന്ന ചില കേസുകളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് കേസ് ഒരു ടാക്സിന്റെ റേറ്റുകളാണ്. ടാക്സ് റേറ്റ് ഫോർ അസസ്മെന്റ് ഇയർ 2021-22. 2021-22 വർഷത്തേക്കുള്ള ടാക്സ് റേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരത്തെ കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഒറ്റ റേറ്റ് ഓഫ് ടാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ രണ്ട് ടാക്സ് സ്കീമുകളുണ്ട്. ഓൾഡ് സ്കീമും ന്യൂ സ്കീമും ഉണ്ട്. ഇതിൽ ഏത് സ്കീം വേണമെങ്കിലും ഒരു അസസിക്ക് ഓപ്റ്റ് ചെയ്യാം. ഒരു അസസിക്ക് അദ്ദേഹത്തിന്റെ ഇൻകത്തിനനുസരിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യാം. ഇത് ഓൾഡ് സ്കീമാണ്. അപ്പൊ നമ്മൾ രണ്ട് സ്കീം നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ ജസ്റ്റ് ഓൾഡ് സ്കീം ജസ്റ്റ് ഒന്ന് പറയാണ്.
ടാക്സ് റേറ്റ്സ് ഫോർ അസസ്മെന്റ് ഇയർ 2021-22. 2021-22 വർഷത്തേക്കുള്ള ടാക്സ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2021-22 വർഷത്തേക്കുള്ള ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2020-21 പ്രീവിയസ് ഇയറിൽ 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയുള്ള സമയത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇൻകം ഉണ്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഇൻകത്തിന് അവർ ടാക്സ് കൊടുക്കുക 2021-22 അപ്പോൾ ഈ റേറ്റ് പ്രകാരമാണ് എന്ത് ചെയ്യുക? 2020-21 പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് ഈ വർഷം ടാക്സ് കൊടുക്കുക. അപ്പൊ നമ്മൾ ഓൾഡ് സ്കീമിൽ നമുക്ക് 3 രീതിയിലുള്ള സിറ്റിസൺസ്, 3 രീതിയിലുള്ള ഇൻഡിവിജ്വൽസ്, നമ്മൾ ഇന്ത്യയിലെ ഡിസ്കസ് മാസം നമ്മൾ ഇതിലേക്ക് വരുന്നുള്ളൂ. അതായത് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ 7 പാർട്ടീസ് കണ്ടു അല്ലെ? അത് നമ്മുടെ സിലബസിനകത്ത് ഇൻഡിവിജ്വലിന്റെ കേസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇൻഡിവിജ്വലിന്റെ കേസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച്, ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് കൊടുക്കേണ്ട റേറ്റ് എങ്ങനെയാണ് നമുക്ക് ബാധകമായിട്ടുള്ളത്? നമ്മൾ 3 കാറ്റഗറീസ് ഓഫ് അസസ് ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ളത്. ദർ ആർ 3 കാറ്റഗറീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫോർ ദി ഇൻകം ടാക്സ് പർപ്പസസ്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് സീനിയർ സിറ്റിസൺ. ഹു ഈസ് എ സീനിയർ സിറ്റിസൺ? സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹു ഈസ് ഹാവിംഗ് ദി ഏജ് ഓഫ് 60 ആൻഡ് മോർ ബട്ട് ലെസ് ദാൻ 80 അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ 60 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള എന്നാൽ 80-ൽ താഴെ പ്രായമുള്ള ആളുകളെയാണ് നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയറിൽ, ഇപ്പൊ നമ്മൾ 2020-21 വർഷം നമ്മുടെ പ്രീവിയസ് ഇയർ അതാണ്. ആ വർഷം 60 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവർ എന്നാൽ 80-ൽ താഴെ പ്രായമുള്ളവർ എന്ന് പറയുമ്പോൾ 60 മുതൽ 79 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവരും എന്താണ്? സീനിയർ സിറ്റിസൺ ആണ്. അവർക്ക് ബാധകമായ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്, അവർക്ക് 3 ലക്ഷം വരെ ഇൻകം ഉണ്ടെങ്കിൽ അപ് ടു ₹3 lakh, 3 ലക്ഷം വരെയാണ് ഇൻകം ഉള്ളതെങ്കിൽ അവർ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് ഒന്നും വരില്ല. നെക്സ്റ്റ് ₹2 lakh എന്ന് പറഞ്ഞാൽ 3 ലക്ഷം കഴിഞ്ഞുള്ള 2 ലക്ഷം, 3,01,000 മുതൽ 5 ലക്ഷം വരെ ഉള്ള ഇടയ്ക്ക് ഇൻകം വരുന്ന ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ വരുന്ന ഇൻകത്തിന് 5% ടാക്സ് കൊടുക്കണം. 3 ലക്ഷം കഴിഞ്ഞുള്ള 5 ലക്ഷം വരെയുള്ള ഇൻകത്തിന് 5% ടാക്സ് കൊടുക്കണം. നെക്സ്റ്റ് 5 lakh എന്ന് പറയുമ്പോൾ 5 lakh നേരത്തെ ഓൾറെഡി കഴിഞ്ഞു. 3 ലക്ഷം ടാക്സ് ഒന്നും കൊടുത്തില്ല, 2 ലക്ഷത്തിന് നമ്മൾ 5% ടാക്സ് കൊടുത്തു, അപ്പൊ 5 ലക്ഷമായി. ഇനി 5 ലക്ഷം കഴിഞ്ഞുള്ള 5 ലക്ഷം എന്ന് പറയുമ്പോൾ 5,01,000 മുതൽ 10 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവരാണെങ്കിൽ ആ 5,01,000 മുതൽ 10 ലക്ഷം വരെയുള്ള ഇൻകത്തിൽ വരുന്ന ഇൻകത്തിന് 20% ടാക്സ് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞും ഇൻകം ഉണ്ടെങ്കിൽ, ബാലൻസ് ഇൻകം ഉണ്ടെങ്കിൽ, 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന എല്ലാ ഇൻകത്തിനും 30% ടാക്സ് കൊടുക്കണം. അപ്പൊ ഇതാണ് ഒരു സീനിയർ സിറ്റിസണ് ബാധകമായ ടാക്സ് റേറ്റ്. ഇത് റെസിഡന്റ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. റെസിഡന്റ് സീനിയർ ആണെങ്കിൽ, റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ 60-നും 79-നും ഇടയ്ക്ക് പ്രായമുള്ള ആളാണെങ്കിൽ 3 ലക്ഷം വരെ ടാക്സ് ഒന്നും കൊടുക്കണ്ട. അതിനുശേഷം വരുന്ന 2 ലക്ഷം രൂപക്ക് 5% ടാക്സ് കൊടുക്കണം. അതിനുശേഷമുള്ള 5 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് 20% ടാക്സ് കൊടുക്കണം. അത് കഴിഞ്ഞ് എന്ത് ബാലൻസ് ഇൻകം വരികയാണെങ്കിലും അതിന് 30% ടാക്സ് കൊടുക്കണം. ഓക്കെ, ബാക്കിയുള്ള 2 കാര്യത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. Anybody?